പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വനിതകൾക്കായുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി അതിന്റെ ഉദ്ഘാടന നാളുകളിൽ വലിയ ജനശ്രദ്ധയാണ് പിടിച്ചുപറ്റിയത്. ആദ്യ ദിനം മാത്രം ആലപ്പുഴ ജില്ലയിലെ 7 ഡിപ്പോകളിലായി 176 ഓർഡിനറി സർവീസുകളിലൂടെ 68,570 വനിതകളാണ് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയത്. ഒരു ദിവസം കൊണ്ട് 11.67 ലക്ഷം രൂപയുടെ സീറോ ടിക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് ഈ പോളിസി വലിയൊരു വിജയമായി മാറുമെന്ന് തോന്നിപ്പിച്ച തൊട്ടടുത്ത ദിവസം തന്നെ പദ്ധതിയുടെ അടിത്തറ ഇളക്കുന്ന വാർത്തകളാണ് മാവേലിക്കര ഉൾപ്പെടെയുള്ള ഡിപ്പോകളിൽ നിന്ന് പുറത്തു വരുന്നത്. സൗജന്യ യാത്രയ്ക്കായി KSRTC ബസ് കാത്തുനിന്ന 100 കണക്കിന് സ്ത്രീ യാത്രക്കാർ മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷം ഒടുവിൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കേണ്ടി വന്ന ദുരവസ്ഥയ്ക്ക് പിന്നിൽ കൃത്യമായ ഭരണപരമായ പരാജയങ്ങളും ആസൂത്രണമില്ലായ്മയുമുണ്ട്. ഈ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ മാവേലിക്കര ഡിപ്പോയിലെ യഥാർത്ഥ തൊഴിലാളി ക്ഷാമവും ഘടനയും പരിശോധിക്കേണ്ടതുണ്ട്. ആകെ ലഭ്യമായ 17 ഓർഡിനറി ബസ്സുകളിൽ 8 എണ്ണം ചൊവ്വാഴ്ച നിരത്തിൽ ഇറങ്ങിയില്ല. ഇതിനാൽ 50ഓളം ട്രിപ്പുകളാണ് പൂർണ്ണമായും മുടങ്ങിയത്. ഡിപ്പോയിൽ ആകെ വേണ്ട 65 ഡ്രൈവർമാരിൽ കേവലം 30 പേർ മാത്രമാണ് സ്ഥിരം ജീവനക്കാരുള്ളത്. ബാക്കി 35 പേരും താൽക്കാലികരാണ്. ഈ താൽക്കാലിക ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം ലഭിച്ചിരുന്നില്ലെന്നും 2 മാസത്തെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. കൃത്യമായ ഒരു ബാക്കപ്പ് പ്ലാൻ ഇല്ലാതെ സർക്കാർ ഇത്തരം ഒരു വൻകിട ക്ഷേമ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. പ്രതിപക്ഷ യൂണിയനുകൾ മനഃപൂർവ്വം പദ്ധതിയെ അട്ടിമറിക്കാൻ ഡ്രൈവർമാരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതാണെന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുമ്പോഴും അടിസ്ഥാന തൊഴിലാളി പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ പോളിസികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. ഇത്തരമൊരു പ്രതിസന്ധി കേവലം KSRTCയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ പൊതുഭരണ സംവിധാനത്തെയും സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെയുമാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത്. തിരുവല്ല, കായംകുളം, പത്തനംതിട്ട, ആലപ്പുഴ ചെയിൻ സർവീസുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിനികളും തൊഴിൽ ചെയ്യുന്ന വനിതകളുമാണ് ഈ സർവീസ് മുടക്കത്തിലൂടെ കടുത്ത ദുരിതത്തിലായത്. അരമണിക്കൂർ ഇടവേളകളിൽ ഓടേണ്ടിയിരുന്ന ബസ്സുകൾ 1 മണിക്കൂറിലധികം വൈകിയപ്പോൾ പൊതു സംവിധാനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പുതിയ 12 താൽക്കാലിക ഡ്രൈവർമാരെ അടിയന്തരമായി ഡിപ്പോയിലേക്ക് നിയോഗിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താൽക്കാലികമായ ഇത്തരം കെട്ടിവെക്കലുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും ജനക്ഷേമ പദ്ധതിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിപ്ലവകരമായ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് മാത്രം ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല, മറിച്ച് അവ സുസ്ഥിരമായി നടപ്പിലാക്കാനുള്ള സ്ഥാപനപരമായ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഫണ്ടുകളുടെ കൃത്യമായ വിനിയോഗം, ജീവനക്കാരുടെ വേതന സുരക്ഷ, ശക്തമായ ഭരണപരമായ ഏകോപനം എന്നിവയില്ലാതെ കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന പദ്ധതികൾക്ക് പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്കപ്പുറം ബ്യൂറോക്രസിയുടെയും തൊഴിലാളികളുടെയും കൃത്യമായ പങ്കാളിത്തത്തോടെയുള്ള സുസ്ഥിരമായ ഗവേണൻസ് മോഡലുകളാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. ജനക്ഷേമകരമായ ഇത്തരം വലിയ പദ്ധതികൾ ആസൂത്രണ പിഴവുകൾ മൂലം വഴിമുട്ടുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ജനാധിപത്യ ചർച്ച ഉയർന്നു വരേണ്ടത് ഓരോ ഉത്തരവാദിത്തമുള്ള പൗരന്റെയും കടമയാണ്. ഈ പദ്ധതിയുടെ പോരായ്മകളെക്കുറിച്ചും പൊതുഗതാഗത സംവിധാനത്തിന്റെ നവീകരണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അനാലിസിസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക.